പ്രശ്നമുള്ള ഒരു വിഷയം. ഇനിയാണ് നിബന്ധന അഞ്ചാമത്തത്. അത് കുറച്ച് പണിയാ. പറയട്ടെ അവിടെയാണ് അഞ്ചാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നോമ്പ് തുറക്കുന്നതിന് നേരത്തോ രാത്രിയിലോ ഭക്ഷണം കൂട്ടാൻ പാടില്ലാത്തരാകുന്നു. അവിടെയാണ് പ്രശ്നം. ഇമാമ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഇസ്തമറത്തിലെ ആദാത്തു, ഇന്നൊരു ആദത്ത് നടപ്പിലാവുന്നുണ്ട്. ഭക്ഷണങ്ങളൊക്കെ റമളാനിലേക്ക് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മിക്കവാറും ഭക്ഷണങ്ങളൊക്കെ വിവിധ വകുപ്പുകളാക്കി ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കുക. ഇതെന്ന് നിലവിലുണ്ട്? 1000 കൊല്ലം മുമ്പ്. മനസ്സിലാവണില്ല. ഇങ്ങനത്തെ സമ്പ്രദായം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് 500 ശേഷം കൊല്ലാണ് ഇമാമ. നമ്മുടെ 1000 കൊല്ലം മുമ്പ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ഇമാമ. നമ്മൾ എത്രയാ? 15-ാം നൂറ്റാണ്ടിൽ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അവിടെ പറയാ, ഇസ്തമറത്തിൽ ആദാത്തു, ഇന്നൊരു ആദത്തുണ്ട്. ഭക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെക്കുക. നമ്മൾ ഒരുക്കുന്നുണ്ടല്ലോ. എന്നൊരുക്കും ഷഅബാനിൽ ഒരുക്കും. അങ്ങോട്ടും ഒരുങ്ങിയോടെ ഇങ്ങനെ വിളിച്ച് ഒരുക്കും. ഭാര്യയും പെണ്ണുങ്ങളൊക്കെ വിളിച്ച് ഒരുങ്ങിയോ. ഒരു കാര്യത്തിന് ഒരുങ്ങിയോന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ആവശ്യമുള്ളതുകൊണ്ടേ ഒരുങ്ങുള്ളൂ. ഒരു യോദ്ധാവിനോട് ഒരുങ്ങിയോന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആയുധം വാങ്ങിയോന്നാണ്. അതായത് യുദ്ധത്തിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം ആയുധമാണ്. ഒരു തണുപ്പ് കാലത്ത് ഒരാളോട്, തണുപ്പ് സീസണിൽ ഒരാളോട് ഒരുങ്ങിയോന്ന് ചോദിച്ചാൽ, അന്നത്തെ നമ്മളെ നാട്ടുക്രമം അനുസരിച്ച് ഒരുങ്ങിയോന്ന് ചോദിച്ചാൽ മല്ലി മുളകൊക്കെ പൊടിച്ച് എല്ലാം ക്ലിയർ ആക്കിയോ അരിയൊക്കെ പൊടിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. റമളാനിലെ ഏറ്റവും ആവശ്യമുള്ള സാധനം അതാണെന്നാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കാലം റമളാനാണ്. സൗമു സാലിഹിന്റെ പുറത്താണിത്. എന്റെ അഭിപ്രായം അല്ല. വയറ് നിറച്ച് തിന്ന ഹലാല് നിറച്ച വയറിനോട് പോലും അള്ളാഹ്ക്ക് വലിയ ദേഷ്യമാണ്. എങ്ങനെ ഹലാല് നിറച്ച പാത്രമാകുന്ന വയറിനോട് പോലും അള്ളാഹ്ക്ക് വലിയ ദേഷ്യമാണ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഹദീസ് ഉണ്ടല്ലോ, മാമിൻ ബിയായിൻ അബ്ഗളു ഇലല്ലാഹി മിൻ ബത്നി ഇബ്നി ആദമ. മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ്. അത് ഹറാമായ ഭക്ഷണമല്ല. ഹറാമായ ഭക്ഷണം ഒരു തുള്ളി പോലും ഹറാമാണ്. ഇതെന്ത് അറിയാം. അപ്പോൾ ഇനി എന്ത് വേണം? ഇപ്പോൾ ഇനി വിഷയത്തിലേക്ക് കിടക്കുക. ഇനി എന്താണ്? റൂഹു സൗമി. കേട്ടോ, റൂഹു സൗമി, നോമ്പിന്റെ റൂഹ്. തളഈഫുൽ ഖുവാ, ശക്തിയെ കുറക്കലാണ്. അല്ലതീ ഹിയ വസായിലു ശൈത്വാൻ, പിശാചിന് കയറി വരാനുള്ള വഴികളാണ്. എന്ത്? മേധസ് ഇങ്ങനെ കൂടുക. ഇഷ്ടം പോലെ ഡാൽഡ, ഇഷ്ടം പോലെ RKG, ഇഷ്ടം പോലെ അങ്ങനെ മേധസ് കൂടുക. അത് ശൈത്താൻ കയറി വരും. ഹബീബായ നബി പറഞ്ഞു, പിശാച് വരുന്ന വഴിയെ നിങ്ങൾ കടക്കാൻ വിശപ്പ് കൊണ്ടേ കഴിയൂ. അത് പകല് കഴിച്ചിട്ട് ഒട്ടകത്തിനൊരു പരിപാടി ഉണ്ട് അത്രേ. വെള്ളമുള്ള സ്ഥലത്ത് എന്നാൽ എന്ത് ചെയ്യും? നല്ല പോലെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് അതിന്റെ പൂഞ്ഞയുടെ സൈഡിന് സ്റ്റോർ ചെയ്യും. എന്തിന്? ഇനി മരുഭൂമിയിൽ നടക്കാൻ വേണ്ടി. എന്നതുപോലെ എന്ത് ചെയ്യുന്നറിയോ? കാര്യമായി സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനല്ലേ? നിങ്ങൾ ചിന്തിക്ക്, ഈ പരിപാടി സ്വാലിഹീങ്ങളുടെ നോമ്പിനെതിരാകുന്നു. കാരണം നോമ്പിന്റെ ആത്മാവ് തന്നെ പരമാവധി മനുഷ്യന്റെ ഭക്ഷണം കൊണ്ടുള്ള ആരോഗ്യത്തെ കുറക്കലാകുന്നു. ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഹദീസ് പറഞ്ഞു തരട്ടെ. ആ ഹദീസൊക്കെ കണ്ട അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ അത്ഭുതമില്ലാത്തതെന്ന് എനിക്ക് ചോദിക്കുക തോന്നുക. ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ ദാവിമേ ഖർഅബാബിൽ ജന്ന, എന്നും നീ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടേണമേ. എന്നും ആയിഷ സ്വർഗത്തിന്റെ വാതിൽ ഒന്ന് മുട്ടി നോക്കണം. ഹബീബ നബി മുട്ടുക, തട്ടുക. അൽ ഖാരിഅതു മൽ ഖാരിഅ, ഗോളങ്ങൾ കൂട്ടി തട്ടുക. തട്ടുക, മുട്ടുക. ദാവിമേ ഖർഅബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ നീ എന്നും തട്ടേണമേ, എന്നും ഒന്ന് മുട്ടേണമേ എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു. അപ്പോൾ ഹബീബ നബിയോട് ഞാൻ ചോദിച്ചു, ബിമാദ, എന്തുകൊണ്ട് മുട്ടും നബിയെ? ഫഖാല, ഹബീബ നബി പറഞ്ഞു, ബിൽ ജൂഇ, എന്തുകൊണ്ട്? വിശപ്പുണ്ട്.
വിശപ്പുണ്ടായാലേ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടുമോ? ഇവിടെ വിശപ്പ് ഒരു മാസം അങ്ങോട്ട് വിശക്കുക, ഇടയിൽ ഒരു ആവറേജ് ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് രാത്രി കുറച്ച് ഭക്ഷണം. ഇവിടെ ഇത് കുറച്ചാൽ പിശാചിന്റെ മസാലിക്ക ശൈത്വാനി ബിൽ ജൂഇ. ശരിക്കട്ടോ, ശ്രദ്ധിക്കുക. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ് ദമി. രക്തം നടക്കുന്നിടത്ത് മുഴുവനും ശൈത്താൻ നടക്കും. അപ്പോൾ ഇവിടെ ചരട് കെട്ടിയാൽ മതിയോ? പറ്റൂല. ഇവിടെയൊക്കെ ശൈത്താൻ നടക്കും. പിന്നെ അതിന്റെ മാർഗം എന്താ? ശറയ്യായ മാർഗമാണ് എന്ത്? വിശപ്പ്. വിശപ്പ് കൊണ്ട് അവന്റെ മാർഗത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തണമെന്ന് ഹബീബായ നബി. അപ്പോൾ പിന്നെ അവനിങ്ങോട്ട് കയറാൻ കഴിയില്ല. അവന് കയറാൻ കഴിയാതിരുന്നാലോ? ലൗലാ അന്ന ശയാത്വീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതിസ് സമാ. പിശാചിനെ ഒഴിവാക്കിയ മനുഷ്യൻ ഭൂമിയിൽ ഇരുന്നാൽ ആകാശം കാണും. ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് ശൈത്താനെ ഒരാൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അവൻ ഭൂമിയിൽ ഇരുന്നാൽ ആകാശത്തിന്റെ നിഗൂഢ ലോകം കാണും. ഇനി കണ്ടില്ലെങ്കിൽ നിഗൂഢ ലോകം അവന്റെ മേൽ തുറക്കും. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. പകൽ തിന്നാതിരിക്കുക, എന്നിട്ട് അതിനെ ഇരട്ടി രാത്രി കഴിക്കുകയാണെങ്കിൽ നോമ്പിന്റെ ആത്മാവ് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും? തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് പോയിട്ട് മര്യാദക്ക് തറാവി നിസ്കരിക്കാൻ പോലും കഴിയില്ല. ഒരു 10-25 ആളൊക്കെ തറാവി നിസ്കരിക്കുന്ന ഒരു പള്ളിയിൽ ചെന്നാല് എന്നുള്ള ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ എന്നാ ഈ ശബ്ദമൊന്നുമില്ല മക്കത്ത്. ഭയങ്കര സുഖം. എന്തുകൊണ്ട്? 3 മണിക്ക് പോയി നിൽക്കും. 3 മണിക്ക് നിങ്ങളെ ഡാൽഡ ഇല്ല, നിങ്ങളുടെ RKG ഇല്ല, നിങ്ങളെ ബിരിയാണി ഇല്ല, നിങ്ങളെ ചട്ടിപ്പത്തിരി ഇല്ല, ഒന്നുമില്ല. 3 മണി 2 മണിക്ക് പോയി ഇരിക്കണം. ഏത് മുത്തവല്ലിയും, ഞാനിവിടെ പള്ളിയിൽ ഇവിടെ മുത്തവല്ലിയെന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല. അവിടെ മുണ്ടിട്ട് പോകാൻ പറ്റൂല. അവിടെ മുണ്ടിട്ട് പോയാൽ മുണ്ട് ബൽദിയ കൊണ്ടുപോകും. അതുകൊണ്ട് 2 മണിക്ക് അവിടെ ഇരിക്കണം. പള്ളിയിൽ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക, ദിക്ർ ചൊല്ലുക, നിസ്കരിക്കുക, ഇരിക്കുക. ആ ഇരുത്തത്തിൽ മഗ്‌രിബാവും. മഗ്‌രിബാവുമ്പോൾ 2-3 കാരക്ക കിട്ടും. ഒരു ഗ്ലാസ്സിൽ കുറച്ച് സംസം വെള്ളം കിട്ടും. പിന്നെ കഹുവ കിട്ടും. കഹുവ ഈ കഹുവ അറബികൾ കുടിക്കണ അന്ന് ആ കുടിക്കലൊരു അത്ഭുതമാണ് എനിക്ക് തോന്നിയിരുന്നു. കാരണം അത് കുടിക്കാൻ മാത്രം ഇല്ല. ഇത്ര ചെറിയൊരു പാത്രത്തിൽ അറബികൾ ഇങ്ങനെ കഹുവ കുടിക്കും. ഇവരെന്താ പഠിച്ചോനെ കാണിക്കണമെന്ന് തോന്നിയിരുന്നു എനിക്ക്. ഇത്ര ചെറിയ പാത്രം, നമുക്ക് ചുണ്ട് നനയാൻ മാത്രം കഹുവ ഇല്ല. ഒരു ചെറിയ പാത്രത്തിൽ ലേശം കഹുവ, പിന്നെ ഒരു 3/4 ഗ്ലാസ് സംസം വെള്ളം, 3 കാരക്കയും. മിക്കവാറും സമൂസ കിട്ടിയെങ്കിൽ 1 കിട്ടും. മിക്കവാറും ആളുകൾക്ക് സമൂസ 1 പോലും കിട്ടൂല. അവിടെ ഇരിക്കും. ഇതാ നോമ്പുറക്കൽ. ഒരു ലേശം പച്ചവെള്ളം, 3 കാരക്ക, 1 സമൂസ കിട്ടിയെങ്കിൽ പിന്നെ ഒരു ഇത്ര പോന്ന കഹുവ. ഇതാ നോമ്പുറക്കൽ. അഥവാ അന്ന് നമ്മുടെ ഒരു ഹാഫ് ഉരുളക്ക് പോലും ഇല്ല. അവിടെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന? നിസ്കരിക്കും. മഗ്‌രിബ് നിസ്കരിക്കും, അവിടെ തന്നെ ഇരിക്കും. പോയാൽ സ്ഥലം കിട്ടില്ല, അവിടെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇശാന്റെ ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും, അവിടെ തന്നെ ഇരിക്കും.